അയാൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 9th ചാപ്റ്റർ ആയിട്ടുള്ള ആൻ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ആൻ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടന എന്നാണ് മീനിങ്. അപ്പം ആൻ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനയെ പരിചയപ്പെടുത്തി തരാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ. എന്താണ് ഭരണഘടന എന്നാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം എന്താണ് ഭരണഘടന എന്ന് നമുക്ക് ആദ്യം പറയാം. ഇപ്പോൾ നിങ്ങളുടെ സ്കൂൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്കൂളിന് എന്തുണ്ട്? ഒരു ഭരണഘടന ഉണ്ട്. അതായത് ആ സ്കൂളിൽ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ട്. ആ ഹെഡ് മാസ്റ്ററാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുക. പക്ഷേ ആ ഹെഡ് മാസ്റ്റർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഒരു സമയത്ത് ക്ലാസ് തുടങ്ങണം, ഒരു സമയത്ത് ബെല്ലടിക്കണം, ഒരു സമയത്ത് ലഞ്ച് ബ്രേക്ക്, ഒരു സമയത്ത് അല്ലാത്ത ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ നിങ്ങളുടെ സ്കൂളിന്. അപ്പോൾ നിങ്ങളെ സ്കൂള് എങ്ങനെ ഭരിക്കണം എന്നുള്ളതിന് ഒരു രൂപമുണ്ട്, ഒരു ഘടനയുണ്ട്. അതാണ് നിങ്ങളുടെ സ്കൂളിൻ്റെ ഭരണഘടന. ഇപ്പോൾ ഒരു ടീച്ചർ എത്ര ഹവർ ക്ലാസ് എടുക്കണം, അതുപോലെ തന്നെ ആ ഒരു ടീച്ചർ നിങ്ങളുടെ ഓണം എക്സാം ആവുന്ന സമയത്ത് എത്ര പോർഷൻ തീർക്കണം, ഇതൊക്കെ ആ ഒരു ഘടനയിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സ്കൂള് എങ്ങനെ ഭരിക്കണം എന്നുള്ളതിന്, എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിന് ഒരു ഘടനയുണ്ട്, അതായത് ഒരു രൂപമുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ രാജ്യം എങ്ങനെ ഭരിക്കണം എന്നുള്ളതിന് എന്തുണ്ട്? ഒരു രൂപമുണ്ട്, ഒരു ഘടനയുണ്ട്. അതിനെയാണ് നമ്മൾ ഭരണഘടന എന്ന് പറയുന്നത്. ഇപ്പം നമ്മളുടെ രാജ്യം ഇന്ത്യയിൽ പല ആൾക്കാർ, പല മതത്തിലുള്ള ആൾക്കാർ, പല വേഷത്തിലുള്ള ആൾക്കാർ എല്ലാം നമ്മളുടെ കൂടെ താമസിക്കുന്നുണ്ട്. ഒരുമിച്ച് നമ്മളെല്ലാവരും നല്ല സൗഹൃദത്തിൽ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അത് ഒരുമിച്ച് പോവാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഇടയിൽ എന്തുണ്ട്? ഒരു ഭരണഘടനയുണ്ട്. എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഭരണഘടന നമുക്കിടയിലുണ്ട് അല്ലേ. ഇതൊക്കെ ചെയ്താൽ തെറ്റാണ്, നമ്മൾ ശിക്ഷിക്കപ്പെടും, ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളുടെ രാജ്യം എങ്ങനെ ഭരിക്കണം, ഒരു രാജ്യത്ത് എന്തൊക്കെ നടക്കാൻ പാടുണ്ട്, ഒരു രാജ്യത്ത് എന്തൊക്കെ നടക്കാൻ പാടില്ല, രാജ്യം എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ ഭരിക്കണം എന്നൊക്കെ ഉള്ളതിന് ഒരു ഘടനയുണ്ട്. ആ ഒരു ഘടനയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭരണഘടനയിൽ എന്തൊക്കെ ഉണ്ടാവും? കുറേ നിയമങ്ങളും ചട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഇവിടെ നിങ്ങൾക്ക് 4 പിക്ചർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് 2ഉം ഒരാൾ ബൈക്ക് ഓടിച്ചിട്ട് പോവുകയാണ്. ഫസ്റ്റ് പിക്ചറിൽ അയാൾ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല, സെക്കൻഡ് പിക്ചറിൽ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റലാണ്. ഫസ്റ്റ് ഫിഗറിൽ എന്താണ്? അവർ ലൈന് നിന്നിട്ട് ഓരോരുത്തരായിട്ട് ആദ്യം വന്ന ആൾക്കാർ ആദ്യം പോകുന്ന രീതിയിലാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ ഫിഗറിൽ എങ്ങനെയാണ്? ലൈനൊന്നുമില്ല, തോന്നിയ പോലെ അങ്ങോട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഒബ്സർവ് ദി പിക്ചർ ഗിവൺ ബിലോ. ഈ താഴെ തന്നിരിക്കുന്ന ഗിവൺ എബോ, ഈ മേലെ തന്നിരിക്കുന്ന പിക്ചർ നോക്കാനാണ് പറയുന്നത്. ഡ്രോ ആൻ ഇമോജി ഓൺ ദി പിക്ചർ ദാറ്റ് ഷോ ഡിസൈർഡ് ബിഹേവിയർ ഇൻ ദി സൊസൈറ്റി. ഇൻ വിച്ച് പിക്ചർ ഡിഡ് യു ഡ്രോ ദി ഇമോജി? വൈ? ഇതിൽ ഏത് ഫിഗറിനാണ് നിങ്ങൾ, അതായത് ഇതിൽ നമ്മളുടെ സമൂഹത്തിൽ നല്ല രീതിയിൽ നിയമപ്രകാരം പോകുന്ന പിക്ചറിന് ഇമോജി കൊടുക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ ഏതിനൊക്കെയാണ് ഇമോജി കൊടുക്കുക? നമുക്ക് ഈ ഒരു സെക്കൻഡ് ഫിഗറിന് ഇമോജി കൊടുക്കാം അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് ഫിഗറിനും നമുക്ക് ഇമോജി കൊടുക്കാം. കാരണം എന്താ? സെക്കൻഡ് ഫിഗറിൽ നിയമപ്രകാരമാണ് വണ്ടി ഓടിക്കുന്നത്, ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്കാണ് വണ്ടി ഓടിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇവിടെയുള്ള ഈ ഫസ്റ്റ് ഫിഗർ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഫസ്റ്റ് വന്ന ആൾക്കാർ ലൈനൊക്കെ നിന്നിട്ടാണ്. To enable people to live freely, peacefully and progressively in a society, it is essential to follow laws and rules. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ സമൂഹത്തിൽ ആളുകൾക്ക് സ്വതന്ത്രമായിട്ടും സമാധാനപരമായിട്ടും അതുപോലെ തന്നെ പുരോഗമനപരമായിട്ടും ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? അവിടെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കൽ അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, യു മേ ഹാവ് ഓൾറെഡി ലേൺ ഇൻ യുവർ ഏർലിയർ ക്ലാസ്സസ് ദാറ്റ് വി ഫോളോ സെർട്ടൈൻ റൂൾസ് ഇൻ സ്കൂൾ ആൻഡ് പബ്ലിക് പ്ലേസസ്. അപ്പം നിങ്ങളുടെ മുൻ ക്ലാസ്സുകളിൽ തന്നെ എന്ത് പഠിച്ചിട്ടുണ്ടാവും? നമ്മളുടെ സ്കൂളിലും പൊതുസ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചില ചട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ. Ours is a country with a vast geographical area, large population, where people from different sections live together. അപ്പോൾ നമ്മളുടെ ഈ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശാലമായ
ഭൗഗോള വിസ്തീർണവും അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ വാസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ജോഗ്രഫിക്കൽ വാസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ വിശാലമായ ഭൗഗോള വിസ്തീർണം എന്നാണ് അതിൻ്റെ മീനിങ്. അടുത്തത് ലാർജ് പോപ്പുലേഷൻ, വലിയ ജനസംഖ്യയും ഉള്ള ഒരു രാജ്യമാണ് നമ്മളുടേത്. ഇവിടെ വേർ പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് സെക്ഷൻസ് ലിവ് ടുഗദർ, ഇവിടെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഇവിടെ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. ഇല്ലേ? ഉണ്ടല്ലേ? ഓക്കെ. ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് സച്ച് എ ഡൈവേഴ്സ് കൺട്രി ഈസ് മെയ്ഡ് പോസിബിൾ ബൈ ഫോളോയിങ് സെർട്ടൈൻ ലോസ്, റൂൾസ് ആൻഡ് സിസ്റ്റംസ്. ഇത്തരത്തിലുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള, അതായത് വൈവിധ്യമാർന്ന ഈ ഒരു രാജ്യത്തിൻ്റെ പുരോഗതി എന്തിനടിസ്ഥാനമാക്കിയിട്ടാണ്? നമ്മൾ ചില നിയമങ്ങളും ചട്ടങ്ങളും സംവിധാനങ്ങളൊക്കെ പാലിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാവുള്ളൂ. അതായത് ഇപ്പം നമ്മളുടെ ഈ രാജ്യത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പുരോഗതി, അതായത് നമ്മുടെ രാജ്യത്ത് പുരോഗതി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയുള്ള നിയമങ്ങളും ചട്ടങ്ങളും സംവിധാനങ്ങളൊക്കെ പാലിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. Similarly, most of the countries also have a unified document based on fundamental principles that supports their existence and governance. അതുപോലെ തന്നെയാണ് പല രാജ്യങ്ങൾക്കും അവരുടെ നിലനിൽപ്പിനും അതുപോലെ തന്നെ ഭരണത്തെയും പിന്തുണക്കുന്ന അടിസ്ഥാന തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഏകീകൃത രേഖ ഉണ്ടാകുന്നു. എന്താ പറഞ്ഞത്? പല രാജ്യങ്ങൾക്കും എന്തുണ്ട്? അവരുടേതായിട്ടുള്ള ഭരണഘടനയും നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അവരുടേതായിട്ടുള്ള ഒരു ഭരണവും അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭരണഘടന എന്ന് പറയുന്നത്. അതായത് ഓരോ രാജ്യത്തിനും അവിടെ എങ്ങനെയാണ് ഭരിക്കേണ്ടത്, അവിടുത്തെ ജനങ്ങളുടെ വളർച്ചയ്ക്ക് എങ്ങനെയാണ് ആ ഒരു രാജ്യം മുന്നോട്ട് പോവേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വ്യക്തമായിട്ടുള്ള രേഖ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം. എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ ഓതൻറ്റിക് ഡോക്യുമെൻറ്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഔദ്യോഗിക രേഖയാണ്. ദാറ്റ് കണ്ടെയ്ൻ ഫണ്ടമെൻ്റൽ ലോസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ്. അതിലെന്തൊക്കെ ഉണ്ട്? അടിസ്ഥാനമായിട്ടുള്ള നിയമങ്ങളും തത്വങ്ങളും ചട്ടങ്ങളും ഉൾക്കൊണ്ടതാണെന്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങളും തത്വങ്ങളും ചട്ടങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഔദ്യോഗിക രേഖയാണ് ഭരണഘടന. ദാറ്റ് നീഡഡ് ഫോർ ദി ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ഗവൺമെൻറ് ഇൻ എ കൺട്രി. അപ്പം ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയും പ്രവർത്തനവും ശരിയായി നടക്കാൻ എന്ത് വേണം? ഈ നിയമങ്ങളും തത്വങ്ങളും ചട്ടങ്ങളും ഒക്കെ വേണം. അപ്പം ഈ നിയമങ്ങളും ചട്ടങ്ങളും തത്വങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഔദ്യോഗിക രേഖയാണ് നമ്മൾ ഭരണഘടന എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? Next, look at the interview conducted by the children of Palavila UP School with a senior lawyer about the Constitution under the auspices of the Social Science Club. ഇവിടെ പലവള യു പി സ്കൂളിലുള്ള കുട്ടികൾ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. ആരെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്? ഒരു സീനിയർ ആയിട്ടുള്ള ഒരു വക്കീലിനെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്? ഫ്രം വേർ ഡു അവർ റൂൾസ് ഗെറ്റ് ആൾ ദീസ് പവേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫ്രം വേർ ഡു അവർ റൂൾസ് ഗെറ്റ് ആൾ ദീസ് പവേഴ്സ്. അതെന്താ പറഞ്ഞത്? നമ്മളുടെ നിയമങ്ങൾക്കും അതുപോലെ തന്നെ ചട്ടങ്ങൾക്കും ഇത്ര വലിയ അധികാരം, അതായത് പവർ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നാണ് ചോദിച്ചത്. ഇനി അടുത്ത കുട്ടി ചോദിക്കുകയാണ്, വാട്ട് ആർ ദി ഡ്യൂട്ടീസ് ഓഫ് ദി സിറ്റിസൺസ് ആൻഡ് വേർ ദേ ആർ റെക്കോർഡഡ്. അപ്പോൾ അടുത്തത് ചോദിക്കുകയാണ്, ഈ ഒരു രാജ്യത്തുള്ള പൗരന്മാരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അതെവിടെയാണ് രേഖപ്പെടുത്തിയത് എന്നാണ് ചോദിക്കുന്നത്. അടുത്ത കുട്ടി ചോദിക്കുകയാണ്, വേർ ഈസ് ഇറ്റ് റിട്ടൺ അബൌട്ട് സിസ്റ്റം ഓഫ് സ്റ്റേറ്റ്. ചോദിച്ചത് രാജ്യഭരണത്തിൻ്റെ സംവിധാനങ്ങളെ കുറിച്ചിട്ട് എവിടെയാണ് എഴുതിയത്, ആ ഒരു രാജ്യഭരണത്തിൻ്റെ സിസ്റ്റത്തെ കുറിച്ചിട്ട് എവിടെയാണ് എഴുതിയത് എന്നാണ് ചോദിക്കുന്നത്. അടുത്തത് വേർ ഈസ് ഇറ്റ് മെൻഷൻ അബൌട്ട് ദി റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ അവകാശത്തെ കുറിച്ചിട്ട് എവിടെയാണ് എഴുതിയത്.
അപ്പം ഇതിനൊക്കെ ഒരൊറ്റ ഉത്തരമാണ് ആ ഒരു ലോയർ പറയുന്നത്. എന്താണ് ഉത്തരം? ദി ആൻസർ ഫോർ ഓൾ ദി ക്വസ്റ്റ്യൻ ഈസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം നിങ്ങൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ഉത്തരം എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ നിയമങ്ങളുടെയും ചട്ടങ്ങൾക്കും പവർ കിട്ടുന്നത് എവിടെ നിന്നാണ്? കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ ഒരു പൗരൻ്റെ ഡ്യൂട്ടീസ് എഴുതി വെച്ചത് എവിടെയാണ്? കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് ഗവേണൻസ് സിസ്റ്റത്തെക്കുറിച്ചിട്ട് എഴുതിയത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. നമ്മളുടെ ഈ നാട്ടിലുള്ള നമ്മളുടെ രാജ്യത്തുള്ള ജനങ്ങൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ചിട്ട് എഴുതിയതും എവിടെയാണ്? കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. വാട്ട് ഐഡിയ റിലേറ്റഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഇൻ്റർവ്യൂ. അപ്പം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടുള്ള എന്തൊക്കെ ഐഡിയാസാണ് ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താ? ദി സിസ്റ്റം ഓഫ് ഗവേണൻസ് ഓഫ് ദി സ്റ്റേറ്റ്. ഗവേണൻസ് ഓഫ് ദി സ്റ്റേറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ. പിന്നെ എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്? ദി ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ് ആൻഡ് വേർ ദേ ആർ റെക്കോർഡഡ്. ദി ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ്, അതായത് സിറ്റിസൺസിൻ്റെ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ട് പറഞ്ഞു. ആൻഡ് വേർ ദേ ആർ റെക്കോർഡഡ്, അതെവിടെയാണ് റെക്കോർഡ് ചെയ്ത് വെച്ചത് എന്ന് പറഞ്ഞു. ദി റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ, ജനങ്ങളുടെ അവകാശത്തെക്കുറിച്ച് പറഞ്ഞു. ദി സോഴ്സ് ഓഫ് പവേഴ്സ് ആൻഡ് റൂൾസ്, അതായത് പവേഴ്സിൻ്റെയും അതുപോലെ തന്നെ റൂൾസിൻ്റെയും സോഴ്സിന്, ഉറവിടത്തെ കുറിച്ചിട്ട് പറഞ്ഞു. ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു അല്ലേ. എവിടെയാണ് ഇതൊക്കെ ഉള്ളത്? ഏതിലാണുള്ളത്? കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഇതിനൊക്കെ കുറിച്ചിട്ട് പറയുന്നത്.